നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശിവോപാസന ചെയ്യുന്നവർ ഏതൊക്കെ മന്ത്രങ്ങളാണ് ജപിക്കേണ്ടത് എന്നുള്ളത് ചിലർക്കെങ്കിലും ഒരു സന്ദേഹം ഉളവാക്കുന്ന കാര്യങ്ങളാണ്. വിവിധ മന്ത്രങ്ങളുണ്ട്. അതിൽ ഏതൊക്കെ മന്ത്രങ്ങൾ ഏതൊക്കെ ആവശ്യത്തിനായിട്ട് ജപിക്കണം, ഏത് മന്ത്രങ്ങൾ ജപിച്ചാലാണ് എനിക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുക, ഇതൊക്കെ നിരവധി ആൾക്കാർ ഇത്തരത്തിൽ എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവർക്കുള്ള മറുപടി കൂടിയാണ്. ശിവോപാസന ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ മന്ത്രങ്ങൾ പ്രയോജനപ്പെടും, മന്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉതകുന്ന രീതിയിൽ അതിന്റെ പ്രാധാന്യത്തെയും മറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക. ശങ്കരാഷ്ടകം സദാ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ശിവനെ ഉപാസിക്കുന്നവർക്ക് അത് വളരെ ഫലപ്രദമാണ്. ചന്ദ്രമൗലീശ്വരനായിട്ടുള്ള ശിവഭഗവാന്റെ കേശാദിപാദ വർണ്ണനയാണ് ശങ്കരാഷ്ടകം. ഇത് സദാ ജപിക്കുന്നത് വിശേഷമാണ്. 8 ശ്ലോകങ്ങളുണ്ട്. ഇത് എപ്പോഴെങ്കിലും പ്രേക്ഷകർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പോസ്റ്റ് ആയിട്ട് നമുക്ക് ചാനലിൽ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകാം. കൂടാതെ ഭഗവാന്റെ ലിംഗാഷ്ടകം, ശിവപഞ്ചാക്ഷരി ശ്ലോകം ഇവയൊക്കെയും ജപിക്കുന്നത് വളരെ ഫലം ചെയ്യുന്നതാണ്. ശിവപ്രീതിക്കായിട്ട് ഉദ്ദിഷ്ട കാര്യത്തിനായിട്ട് ജപിക്കാവുന്ന ചില മന്ത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ദാമ്പത്യ സുഖത്തിനും കുടുംബസുഖത്തിനുമായി ഭക്തൻ ശിവഭഗവാനെ ഉപാസിക്കേണ്ട മന്ത്രം ഓം ഹ്രീം നമഃശിവായ എന്നുള്ളതാണ്. ശത്രുരക്ഷയ്ക്കായും ആപത്തൊഴിയാനുമായിട്ട് ഓം ഹ്രീം നമഃശിവായ എന്ന മന്ത്രത്തെ ജപിക്കാം. രോഗരക്ഷയ്ക്കും മനഃശാന്തിക്കുമായിട്ട് ഭക്തന് ഹരിഹര നമഃശിവായ എന്ന മന്ത്രത്തെ ജപിക്കാം. സ്ത്രീ പുരുഷന്മാരുടെ അഥവാ ദമ്പതികളുടെ ഐക്യത്തിനൊക്കെയായിട്ട് ഓം ഐം ഹ്രീം ശിവഗൗരി ഭവ ഹ്രീം ഐം ഓം എന്ന മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. ധനലാഭത്തിന് വേണ്ടിയിട്ട് ഓം ശ്രീം ഐം ഓം എന്ന മന്ത്രത്തെ ജപിക്കാം. തൊഴിൽ വിജയത്തിനും കച്ചവട വിജയത്തിനുമൊക്കെ ആയിട്ട് ഓം ശം ഹ്രീം ശം ഹ്രീം ശം ഹ്രീം ഓം എന്ന മന്ത്രത്തെ ജപിക്കാം. കുടുംബപരമായിട്ട് കടുത്ത ദോഷങ്ങളുള്ളവർ, ആഭിചാര ദോഷങ്ങളുള്ളവർ ഓം ശ്രീം നമഃശിവായ ശ്രീം ഓം എന്ന മന്ത്രത്തെ ജപിക്കാം. ഭഗവാന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 5 മുഖങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച പഞ്ചാക്ഷര മന്ത്രം സർവമന്ത്രങ്ങളും അടങ്ങിയതാണ് എന്നാണ് വിശ്വാസം. അതറിഞ്ഞ് ജപിക്കുന്നവർക്ക് ഭോഗവും മോക്ഷവും ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞ് ഭഗവാനെ ഉപാസിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മന്ത്രം തെരഞ്ഞെടുത്ത് ജപിക്കുക. വളരെയേറെ ഫലങ്ങൾ നൽകുന്നതാണ്. ഈ മന്ത്രങ്ങളൊക്കെ തന്നെ ശിവരാത്രി നാളിൽ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. കൂടാതെ ദ്വാദശി തുടങ്ങിയ ശിവന്റെ വിശേഷ ദിവസങ്ങളും ഒക്കെ മന്ത്രങ്ങൾക്ക് കൂടുതൽ ഫലസിദ്ധി നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.